ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമ്മൾ പാല് കുറുക്കിയതാണ് ഉണ്ടാക്കാൻ പോണേ. ഇത് തൃശ്ശൂരിലുള്ള കാത്തലിക്സ് ഗുഡ് ഫ്രൈഡേ ദിവസം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. മറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണിത്. അടുത്തത് ഒരു തേങ്ങ ചെറുകി അതിൽ നിന്ന് തൻപാല് മാറ്റി വെക്കുക. അത് അറൗണ്ട് 1/2 കപ്പ് ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് 2ാം പാലും 3ാം പാലും ഒക്കെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ആദ്യം 2ാം പാൽ ഒഴിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ 3ാം പാല് ചേർക്കുക. പാല് കുറച്ചായിട്ട് ചേർത്തോലോ, അപ്പോഴാണ് കട്ടയൊന്നുമില്ലാണ്ട് നന്നായി മിക്സ് ആയിട്ട് കിട്ടുക. പിന്നെ നല്ലോണം തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കുറുക്കിന് നല്ല ടേസ്റ്റ്. അതാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണേ. ഇവിടെ ഏകദേശം 10 കപ്പ് തേങ്ങാപ്പാല് ചേർത്തിട്ടുണ്ട്. ഇത് 2ാം പാലും 3ാം പാലും ഒക്കെ കൂടിയിട്ടാണ്. കുറച്ച് തേങ്ങാപ്പാല് ചേർത്തുണ്ടാക്കിയാൽ കുറുക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ആ പാലിലിരുന്ന് ഇങ്ങനെ കുറുകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. അതാണ് നമ്മളിങ്ങനെ പാലെടുത്തേക്കണേ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ വെച്ചോളോ. ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. പിന്നെ അത് ചെറിയ തലയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തോളോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കിക്കൊണ്ടിരുന്നോളോ. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും കട്ട കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പൊടിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിടാം. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ചേർക്കാറില്ല, അത് കാരണം ഞാനും ചേർക്കാറില്ല. അതേപോലെ ഗുഡ് ഫ്രൈഡേ ആയ കാരണം പല വീട്ടിലും പഞ്ചസാര ചേർക്കാണ്ടാണ് അത് കഴിക്കാറ്. പക്ഷെ നമ്മളിവിടെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ആദ്യം ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണേ. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മധുരമൊക്കെ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 3-4 ഏലക്കായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് 1 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുക. ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവറൊക്കെ കുറുക്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് തൻപാല് ഇല്ലെങ്കിൽ കട്ടിയിലെ ഫസ്റ്റ് മിൽക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പാൽക്കുറുക്ക് റെഡിയാണ്. തൻപാല് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായി മിക്സ് ചെയ്യുക. ആ നേരത്തോണ്ട് നമ്മുടെ കുറുക്കിൻ്റെ ആ ചൂടുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുറുക്ക് ഒത്തിരി തിക്കാവാനും പാടില്ല, അതേപോലെ നല്ല ലൂസാവാനും പാടില്ല. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി അതിരിക്കും തോറും കൂടുതൽ കട്ടിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് പപ്പടത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.